ഇക്ക അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ സൂണ. പോയിട്ട് വളരെ അത്യാവശ്യമുണ്ട്. വേൾഡ് ബാങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. പിന്നെ എന്റെ പേരിൽ 2 പുതിയ TV ചാനലുകൾ തുടങ്ങി വെക്കണം. ഒന്ന് സുഗുണ TV, 2 സുഗുണ ന്യൂസ് ചാനൽ. എങ്ങനെയുണ്ട് ഐഡിയ? ഞാനും സുഗുണേട്ടന്റെ കൂടെ പോവാ. അതേതായാലും നന്നായി മക്കളെ. ഇവിടെ കിടന്ന് തേരാപാല നടക്കുന്നതിലും മെച്ചാണല്ലോ. എന്ത് ജോലിക്കാ? ഇവന് ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ. വേണമെങ്കിൽ ഇവനെ ഒരു സിനിമ നടനാക്കി ഞാൻ മാറ്റും. അതിനുള്ള ഫിഗർ ഉണ്ടല്ലോ. എന്താ? എന്തെങ്കിലും ആക്ക് മോനെ. അല്ല അനന്ത, അന്നെ പത്രോസ് നാടക കമ്പനിന്ന് ഇറക്കി വിട്ടു എന്ന് കേട്ടല്ലോ. ഇറക്കി വിട്ടതൊന്നുമല്ല, ഞാൻ അവിടുന്ന് പോന്നതാ. ആ പത്രോസ് എടുത്തിട്ട് തല്ലി. തല്ലിയോ? എന്നിട്ട് നീ എന്താ എന്നോട് ഇതുവരെ പറയാഞ്ഞേ? നാണക്കേടായി പോയി. എന്തായാലും ഇത് ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യം എന്താ ആലോചിക്കാ? ഞമ്മള് കൊറേ കാലം അവന്റെ നാടക കമ്പനി അടിച്ചു കൊടുക്കാന്ന് വിചാരിക്കാ. വരുന്നടാ പ്രാണപ്രേയസി, നീ എന്റെ മസിലെ മനസ്സിൽ കുടിയേറി മാറി നിൽക്കണേ അങ്ങോട്ട്. ഓക്കർത്തരം കാണിക്കരുത്. അനുവാദം കൂടാതെ തന്നോട് ആര് പറഞ്ഞു? സ്റ്റോപ്പ്. താൻ ഇവനെ തല്ലുവല്ലേ? അതല്ലോ. തല്ലു തല്ലു. എടാ നമുക്ക് ഇനി പള്ളിപ്പറമ്പിലോ അമ്പലപ്പറമ്പിലോ ഇമ്മാരി കൂത്ത് കാട്ടിയ അന്നെ നമ്മൾ സ്റ്റേജിന്റെ മുകളിൽ കയറി അടിച്ച് മൂന്നാ പൊളിക്കും. ആനന്ദ, ഈ ചെറ്റിയോട് 4 വർത്തമാനം പറ. പറയാ 4 വർത്താനം. ഡോ ഷോപ്പട്ടി പത്രോസേ, തന്നെ ഞാൻ ആശാരെന്ന് വിളിച്ചതേ ബഹുമാനം കൊണ്ടല്ല, ഈ പ്രായം മാനിച്ച. ഇങ്ങോട്ട് മാറിയേ. ഈ ചക്കാലക്കൽ വളിച്ച സമിതിയിൽ നിന്ന് താൻ ഇവനെ പുറത്താക്കിയ ഇവൻ ജീവിക്കില്ലെന്ന് കരുതിയോ? താനാരാ? ഇതെന്റെ കോടീശ്വരനായ സുഗുണൻ ചേട്ടൻ. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാ. ഇനി തനിക്കൊക്കെ ഇവനെ കാണണമെങ്കിൽ ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്ത് കാണേണ്ടി വരും. ഇവനെ കാണണമെങ്കിൽ ഞാൻ ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് കാണണം. പറയുന്നോടാ. ഞാൻ പറയുന്നത് കേക്ക്. ഇനി ഞാൻ മേലെ നാടക സംവിധാനം ചെയ്യില്ല. വേറെ എവിടെയെങ്കിലും പോയി സീരിയൽ ജീവിച്ചോളാം.